അപ്പോൾ ഇതും സ്കൂൾക്ക് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവളുടെ യൂണിഫോമൊക്കെ മാറ്റി ഇറങ്ങി. അവളൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ വേഗം കിച്ചണിക്ക് പോന്നു. എന്നും ആ വളവ് തിരിയണ വരെ ഞാൻ നോക്കി നിന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോരാറുള്ളത്. ഇന്നിപ്പോൾ അവളെ പറഞ്ഞേക്കുന്ന നേരത്തെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇന്ന് വിളിച്ച് പിത്തനാക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൊറാട്ടയും മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പാത്രങ്ങൾ എവിടെയാണ് എന്തൊക്കെയാണ് ആകെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് കഴുകണം. എപ്പോൾ നമ്മൾ പാത്രം എടുക്കുകയാണെങ്കിൽ അത് കഴുകി ഉപയോഗിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് മുട്ടക്കറി 2 മുട്ടക്കറിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി പൊറോട്ടയും വേറെ പാത്രത്തിലാക്കി അവർക്കുള്ളത് പടിക്കാർക്കുള്ളത് കൊടുത്തതിന് ശേഷം അവർ കിച്ചണിൽ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് പുറത്തൊക്കെ ഒന്നും കൊണ്ടുകൊണ്ട് അവിടെ പിന്നെ വീതന്മേൽ ഇരുന്ന് കഴിച്ചോളാം. അങ്ങനെ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ചായ കൊണ്ടുപോയിട്ട് പോകുന്നതാണ് കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇന്ന് പണിക്കാർ വരുന്നതിന് മുമ്പേ അലക്കിയതൊക്കെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇന്നലെ രാത്രി അലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിൽ കൊണ്ടുപോയി വിരിച്ചിടാന്ന് കരുതി ഇങ്ങോട്ട് പോകുന്നതാണ്. മുകളിലാണെങ്കിൽ കുറേ ഉണങ്ങിയതും ഉണ്ട്. നമ്മൾ ഇന്നലെ കൊണ്ടുപോയി വിരിച്ചിട്ടതൊക്കെ ഉണങ്ങിയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ മുകൾക്ക് കയറിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഇതുമ്പോൾ വന്നിട്ട് കേട്ടോ താഴേക്ക് ഇറങ്ങണത്. കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ അങ്ങോട്ട് കൂടി. ഇപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല മുകളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ കുറച്ച് തയ്ക്കാനുള്ളതൊക്കെ തയ്ച്ച് പിന്നെ മടക്കി വെക്കാനുള്ളത് മടക്കി വെച്ചു. അങ്ങനെയുള്ള ഓരോ പരിപാടിയായിരുന്നു. ഇതുമ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ പണി ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇതും രാവിലെ നൂഡിൽസ് കൊടുത്തതുകൊണ്ട് രാവിലെ കൊണ്ടുവന്ന പൊറാട്ടയും കറിയാണ് അവൾ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിച്ചത്. അവൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ മെയിൻ പരിപാടി സിനിമ കാണുക, ഫോൺ കണ്ട് കുത്തിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം പിന്നെ ഇതുമ്പോൾ വന്നതിന് ശേഷമാണ് ഞാൻ ചായക്കുള്ള കടി കൊണ്ടുവച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എക്സാം ആയതുകൊണ്ട് ഒരു 4:30 കഴിഞ്ഞിട്ടേ അവൾ സ്കൂളിൽ വരുള്ളൂ. ആദ്യമൊക്കെ 4:45 ആകുമ്പോൾ എത്തുമായിരുന്നു. ഇപ്പോൾ മിഡ് ടേമിൻ്റെ എക്സാം ആണ് കേട്ടോ. അപ്പോൾ 4:45 അവൾ വന്ന പാടി ഞാൻ വേഗം പറഞ്ഞേക്കാണ്ട് എന്തെങ്കിലും ചായക്കടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥിരം കൊണ്ടുവരാറുള്ളത് നമ്മുടെ നെയ്വടയാണ്. ഇപ്പോൾ ഇത് ട്രെൻഡാണെന്ന് തോന്നുന്നു. എവിടെ പോയാലും ഇത് കാണാം കേട്ടോ. മോള് പറയുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ അവർ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു നെയ്വട നല്ലോണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ട്രെൻഡാണ് അമ്മച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും അത് കൊണ്ടുവന്ന് ആ പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്തു. അയാൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ മൂപ്പർ പോയി. അപ്പോൾ ഇന്നത്തെ പണി നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് കഴിഞ്ഞാൽ അതൊരു വേറെ ഭംഗി തന്നെയാണ് അല്ലേ. നല്ല വൃത്തിയായിട്ടുണ്ട്. ആകെ നിലക്കാകെ വെച്ചറായി കിടക്കുകയാണ്. നമുക്ക് ഒരുപാട് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് അടിച്ച് വാരി വൃത്തിയാക്കുന്നത് നിങ്ങളെ കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. അതൊക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം പോയി അങ്ങ് നല്ല വിശപ്പ് കിട്ടോ. എൻ്റെ ഹസ്ബൻഡിനാലും എനിക്കാലും ഭയങ്കര വിശപ്പ്. അപ്പോൾ മൂപ്പർ പോയിട്ട് നല്ല നെയ്ച്ചോറും അൽഫാമല്ല ഷവായ അതാ കൊണ്ടുവന്ന്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഞാൻ ഉമ്മയും തുത്തുമൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചുകൊണ്ടാണ് രാത്രിക്കത്തെ ഫുഡ് കഴിച്ചത്. കുറച്ച് കഴിച്ചിട്ട് വിശന്നപ്പോൾ ലേശം ചോറും ഒരു ചിക്കനും എടുത്ത് കഴിച്ചു.